അസ്സലാമു ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മീൻ തോരൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് സീബ്രയുമാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3-4 കഷ്ണമുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ദശക്കട്ടിയുള്ള അധികം മുള്ളില്ലാത്ത മീൻ ഏത് വേണമെങ്കിലും നമുക്കിതിന് വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. മുള്ളുള്ള മീനാവുമ്പോൾ നമുക്ക് ആ മുള്ളൊക്കെ എടുത്ത് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ മുള്ളില്ലാത്ത മീൻ എടുത്താൽ മതി എന്ന് പറഞ്ഞത്. അയിലയോ അതോ നെയ്മീനോ അതുപോലെ അങ്ങനെ ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സീബ്രയുമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ മഞ്ഞൾ ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്നും മീൻ ഞാൻ പാനിലായതുകൊണ്ട് തന്നെ വെള്ളം മുങ്ങുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് മറ്റേ സൈഡും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മുള്ളൊക്കെ മാറ്റിയിട്ട് ഒന്ന് റെഡിയാക്കി വെക്കാം. പിന്നെ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി, 2 അല്ലി പച്ചമുളക്, 2 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. അതൊന്ന് ചതച്ച് മാറ്റി വയ്ക്കുക. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുക. പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഈ തേങ്ങ ചതച്ചതിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റണം കേട്ടോ. അതിന് ശേഷം മീൻ മുള്ള് കളഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഗ്രീൻ പീസും മഞ്ഞളും ഉപ്പിട്ട് വേവിച്ച ഗ്രീൻ പീസാണ്. അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. നന്നായി ഒന്ന് എല്ലാം കൂടി യോജിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് നമ്മൾ തലേ ദിവസമൊക്കെ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ഉടഞ്ഞു പോകാത്ത വെന്ത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഗ്രീൻ പീസ് ഇടാണ്ടും ടേസ്റ്റ് തന്നെയാണ്, ഇട്ടാൽ കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ മത്തിയും കൂർക്കയും കൂടിയുള്ളൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്